വളരെ പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തുകയുണ്ടായി. അത് ഗാസയിൽ ഒരു വെടിനിർത്തൽ പദ്ധതി കരാർ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് രൂപപ്പെടുത്തി എന്ന വാർത്തയായിരുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ പശ്ചിമേഷ്യയിൽ സമാധാനം അല്ലെങ്കിൽ ഗാസയിൽ സമാധാനം അരികെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ കരാറിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അത് കരാർ എന്നതിനപ്പുറത്തേക്ക് ഒരു വെടിനിർത്തൽ പദ്ധതി എന്നതിനപ്പുറത്തേക്ക് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഗാസയെ ഭീഷണിപ്പെടുത്തുന്ന മറ്റൊരു തലം നമുക്കതിൽ കാണാൻ കഴിയും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അവരുടെ മാത്രം ആലോചനയിൽ രൂപപ്പെടുത്തിയ ഹമാസിനോടല്ലെങ്കിൽ ചർച്ച ചെയ്യാതെ രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ മധ്യസ്ഥം വഹിക്കുന്ന രാജ്യങ്ങളോട് ചർച്ച ചെയ്യാതെ രൂപപ്പെടുത്തിയ ഒരു ഏകപക്ഷീയ പദ്ധതിയായിട്ട് വേണം കാണാൻ. അതിൽ ഒരു സമാധാന ശ്രമം കൊണ്ടുവരാനുള്ള ആത്മാർത്ഥതയുണ്ട് എന്നത് സംശയിക്കേണ്ടി വരുന്നു. പ്രധാനമായും അവിടെ രണ്ട് കാര്യങ്ങളാണ് അതിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന്, ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു സമാധാന പദ്ധതി, അത് ഗാസയെ അവരുടെ പൂർണ്ണമായ അധീശത്വത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിനുള്ള ഒരു നൊബേൽ സ്വപ്നം കാണുന്നുണ്ട്. അതിലേക്ക് ഒരു ചുവട് കൂടി വെച്ചിരിക്കുന്നു അദ്ദേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ആ രീതിയിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം രൂപപ്പെടുത്തിയെടുത്തിയ ഒരു കരാർ എന്ന് വേണം പറയാൻ. കരാർ എന്നതിനപ്പുറത്തേക്ക് ഒരു ഭീഷണിയാണ് അതെന്ന് ആ കരാറിൻ്റെ വിശദാംശങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു. ആദിൽ എന്നോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന്. നോക്കാം എന്തൊക്കെയാണ് ഈ കരാറിൻ്റെ ഒരു പൂർണ്ണമായ രൂപം എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും. അതിനു മുൻപ് നമുക്ക് ഈ വിഷയം സംസാരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച കാര്യങ്ങൾ കേൾക്കാം. I support your plan to end the war in Gaza, which achieves our war aims. It will bring back to Israel all our hostages, dismantle Hamas's military capabilities, end its political rule, and ensure that Gaza never again poses a threat to Israel. We would not have achieved this turning point without the courage and sacrifice of our incredibly brave soldiers. They fight like lions to defend the people of Israel, and they serve on the front line in the war between civilization and barbarism. അപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ആദിൽ എന്നോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. അതിൽ ഒരു സമാധാന പദ്ധതി കരാർ രൂപപ്പെടുത്തിയിരിക്കുന്നു, ഗാസയിൽ സമാധാനം അരികെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ സൂക്ഷ്മമായി വായിക്കുകയാണെങ്കിൽ അതിലൊരു സമാധാന കരാറിൻ്റെ സാധ്യതയാണോ കാണുന്നത്? അതിലപ്പുറത്തേക്ക് ഒരു ഭീഷണിയുടെ രൂപവും ഭാവവുമാണോ അമേരിക്കയും ഇസ്രായേലും ഏകപക്ഷീയമായി ചേർന്ന് രൂപപ്പെടുത്തിയെടുത്തിയ ആ പദ്ധതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? മനു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഭീഷണിയുടെ സ്വഭാവമുള്ള ഒരു കരാറിനാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് രൂപം നൽകിയിട്ടുള്ളത്. അതായത് ഒരു 20 ദിന പദ്ധതികൾ മുന്നോട്ട് വെക്കുന്ന ഈ കരാറിനകത്ത് പ്രധാനമായിട്ട് ഇവർ പറയുന്നത് ഹമാസിനെ നിരായുധീകരിക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഹമാസ് ബന്ദികളാക്കപ്പെട്ടിട്ടുള്ള ആളുകളെ 72 മണിക്കൂറിനകം മോചിപ്പിക്കണമെന്നും അതിന് ബദലായിട്ട് ഇസ്രായേൽ ബന്ദികളാക്കിയ പലസ്തീനിലെ 250ഓളം മനുഷ്യരെ ഇസ്രായേലും മോചിപ്പിക്കുമെന്നുള്ളൊരു അവകാശവാദം കൂടെ ഇവർ പറയുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ ഗാസയിൽ ഒരു സമാധാന പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇത്തരത്തിലുള്ള ബന്ദിമോചനത്തിന് ശേഷം ഹമാസിനെ നിരായുധീകരിച്ചതിന് ശേഷം മാത്രമാണ് ഗാസയിലേക്ക് പൂർണ്ണമായ രീതിയിൽ ആവശ്യ സാധനങ്ങൾ, അതായത് നമുക്കറിയാം കുറേ അധികം നാളുകളായിട്ട് പട്ടിണിയാലും മറ്റു അധികം ദുരിതങ്ങളാലും വലയുന്ന ഒരു ജനതയുടെ മുന്നിലേക്ക് സമാധാനത്തിൻ്റെ കരാറെന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം ഇത്രയും മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഭക്ഷണപ്പൊതികൾ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു കരാർ, ഒരു മാനദണ്ഡമാണ്, അല്ലെങ്കിൽ അത്തരത്തിലാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഈ കരാറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു സ്വഭാവവും അതുപോലെ തന്നെ ഭീഷണിയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രീതിയും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ഹമാസിനെ നിരായുധീകരിക്കുക അല്ലെങ്കിൽ ഹമാസിനെ ഗാസയുടെ കൺട്രോളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം കുറച്ചധികം മാസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേൽ ഈ പറയുന്ന രീതിയിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിക്ക്, ഗാസ
പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഒരു 5 ലക്ഷ്യങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാസയെ ഡിമിലിറ്ററൈസ് ചെയ്യുക എന്ന് പറയുന്നതും ഹമാസിനെ നിരായുധീകരിക്കുക എന്ന് പറയുന്നതും ഗാസയെ പൂർണ്ണമായും കീഴടക്കുക എന്ന് പറയുന്നതും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രമാക്കി അല്ലെങ്കിൽ സൈന്യത്തെ പൂർണ്ണമായും വിന്യസിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ അധീനതയിലേക്ക് ഗാസ മുഴുവനായിട്ട് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ബൃഹത്തായിട്ടുള്ള കർമ്മ പദ്ധതിക്കായിരുന്നു ഇസ്രായേൽ രൂപം നൽകിയിരുന്നത്. ആ കർമ്മ പദ്ധതിയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള അജണ്ടകൾ നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ പദ്ധതിയിലും അതായത് ഈ സമാധാനം എന്ന് പറയുന്ന സമാധാന കരാർ എന്ന് പറയുന്ന ഈ പദ്ധതിയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ പലരും ഈ പറയുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു മുന്നേറ്റമാണ് എന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്കറിയാം തീർച്ചയായിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് കൂടുതൽ ഊർജം പകരുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു സമാധാനത്തിൻ്റെ മറവിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാരം കാണുന്നു എന്നുള്ള ഒരു വ്യാജേനെ ഇത്തരത്തിലുള്ള അവരുടെ താല്പര്യങ്ങൾ വീണ്ടും ഈ ഗാസൻ ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഗാസയെ പൂർണ്ണമായിട്ടും അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായിട്ട് മാത്രമാണ് നമുക്ക് ഇത് സാധിക്കുന്നത്. ഇത് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ വലിയ സമാധാന ശ്രമം, ഇത് അമേരിക്കയും ഇസ്രായേലും ഒക്കെ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന തോന്നൽ ഉളവാക്കാനുള്ള ഒരു നീക്കം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിലേക്ക് പരിശോധിച്ചാൽ ഇതിൽ സമാധാനം പുലരാനുള്ള ഒരു ആത്മാർത്ഥതയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ നടപ്പാക്കുക ഒരു സമാധാന കരാറായിരുന്നുവെങ്കിൽ, അവരുടെ ഉദ്ദേശമെങ്കിൽ എങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഹമാസുമായി സംസാരിക്കണ്ടേ? അവരുടെ പ്രതിനിധികളുമായി സംസാരിക്കണ്ടേ? ഇതിന് മധ്യസ്ഥം നിൽക്കുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്. ഖത്തറടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇപ്പോഴും സമാധാനം പുലർത്താൻ എന്ത് ഇടപെടലുകൾക്കും തയ്യാറാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നില്ലേ? അവരോട് സംസാരിക്കണമായിരുന്നല്ലോ. ഇതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അമേരിക്കയും ഇസ്രായേലും അവരുടെ സ്വന്തം നിലയ്ക്ക് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല അതിനകത്ത്. അതെ മനു, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഖത്തറും കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് അതായത് ഈ പ്രശ്നം രൂപീകരിക്കപ്പെട്ടൊരു ഘട്ടത്തിൽ മുതൽ ഖത്തർ ഇതിനകത്ത് മധ്യസ്ഥത വഹിക്കുന്നതാണ്. ഖത്തർ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു സമാധാന ഉടമ്പടി ഹമാസുമായിട്ട് കരാറിലേക്ക് എത്തിയൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ കരാറിനെ അപ്പാടെ റദ്ദ് ചെയ്യുന്ന തരത്തിലാണ് ഇസ്രായേലിൻ്റെ സമീപനം ഉണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ ഹമാസുമായിട്ടോ ഖത്തറുമായിട്ടോ ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താതെയാണ് ഇത്തരത്തിലുള്ള ഒരു കരാറുമായിട്ട് ഇസ്രായേലും അമേരിക്കയും മാത്രം ചർച്ച നടത്തി രംഗത്ത് വരുന്നത് എന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഈ പറയുന്ന ഗാസയിലെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഈ പറയുന്ന ഈ കരാറിലൂടെ ഈ ഹമാസിനെ നിരായുധീകരിച്ചതിന് ശേഷം ഗാസയുടെ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ ഭരണകൂടത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ കമ്മിറ്റിയെ രൂപീകരിക്കണമെന്നും ആ കമ്മിറ്റിയെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല വഹിക്കുന്നതിന് വേണ്ടി ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമിതി രൂപീകരിക്കണമെന്നും ആ സമിതിയുടെ അധ്യക്ഷ പദവിയിലേക്ക് അല്ലെങ്കിൽ സമിതിയുടെ നേതൃത്വത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് തന്നെ വരാം എന്നുമുള്ളൊരു നിർദ്ദേശമാണ് വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആ സമിതി രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് ആരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത്തരത്തിലുള്ള ഒരു താൽക്കാലിക ട്രസ്റ്റ് പോലെയായി. അതിൽ ഞാനും അപ്പനും സുഭദ്രയും അടങ്ങുന്ന ഒരു ട്രസ്റ്റാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയായി. ഞാനും നെതന്യാഹുവും അടങ്ങുന്ന ഒരു ട്രസ്റ്റ് ഇനി ഗാസയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചോളാം എന്ന് പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പലസ്തീനെ നമ്മൾ വിചാരിക്കും, അതായത് വെസ്റ്റ് ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പലസ്തീനിയൻ അതോറിറ്റി നമുക്കറിയാം ഇപ്പോൾ ഹമാസ് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഓർഗനൈസേഷനാണ്, അത് അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് സ്വഭാവമുള്ള സംഘടനയാണ് എന്നുള്ള വാദങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നമുക്കറിയാം വെസ്റ്റ് ബാങ്ക് ഈ പറയുന്ന ഓസ്ലോ കരാറിലൂടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പലസ്തീനിയൻ അതോറിറ്റി അവിടെ വെസ്റ്റ് ബാങ്കിനകത്ത് ഭരിക്കുന്നുണ്ട്. ഈ സംഘടനയ്ക്ക് അല്ലെങ്കിൽ അതോറിറ്റിയുടെ കീഴിലേക്ക് ഭരണം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രസീലും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ പലസ്തീൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന ആവശ്യങ്ങളിലൊന്ന് പറയുന്ന ഗാസയുടെ അല്ലെങ്കിൽ അവരുടെ ഭരണം ഈ പലസ്തീൻ അതോറിറ്റിക്ക് ഏൽപ്പിക്കണം എന്നുള്ള നിലക്ക് തന്നെയാണ് അവരും വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കരാറിനകത്ത് ഇസ്രായേൽ അമേരിക്കയും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ടുള്ള ആവശ്യങ്ങളിലൊന്ന് പലസ്തീൻ അതോറിറ്റിക്കകത്ത് ഈ താൽക്കാലിക കമ്മിറ്റിയിൽ നിന്നും ഭരണം ഏൽപ്പിക്കാം. പക്ഷേ
ചില പരിഷ്കാരങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമാണ്. അതായത് അത് നമ്മൾ കുറച്ചും കൂടെ പുറകിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 2020 ഈ സമാനമായ രീതിയിൽ ട്രംപ് ഒരു സമാധാന പ്ലാൻ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്ലാനകത്ത് ഈ പറയുന്ന പലസ്തീനിയൻ അതോറിറ്റിക്ക് ഭരണം ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ആ പരിഷ്കാരങ്ങളിൽ ഭൂരിഭാഗവും അമേരിക്കൻ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നവയാണ്. അത്തരം പരിഷ്കാരങ്ങളെ അംഗീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം പരിഷ്കാരങ്ങൾ പലസ്തീൻ അതോറിറ്റി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും പലസ്തീനിയൻ അതോറിറ്റിക്ക് ഈ പറയുന്ന കരാറിലൂടെ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നുകൂടെ അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. അതിലൂടെ തന്നെ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഈ പറയുന്ന പദ്ധതി പുറമേ ഒരു സമാധാന കരാർ എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കാലാകാലങ്ങളായിട്ട് ഈ പലസ്തീനിയൻ മേഖലയിലുള്ള അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മനു. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുറമേ സമാധാനത്തിന് ഞങ്ങൾ മുൻകൈയെടുത്ത് ഇറങ്ങുന്നു എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കുക, പക്ഷേ അതിനകത്തുള്ളത് ഗാസയുടെ അവിടുത്തെ മനുഷ്യരുടെ എല്ലാ താല്പര്യങ്ങളെയും ഹനിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു 20 ദിന പദ്ധതിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിൻ്റെ പൊള്ളത്തരം തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സംസാരിക്കേണ്ടി വന്നത്.